ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ക്ലാസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ സയൻസ് 5th ചാപ്റ്റർ ആണ്, എക്കണോമിക് സോഴ്സസ്. ഇക്കണോമിക് സോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പത്തിക സ്രോതസ്സുകൾ. നമ്മൾക്ക് എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ഇൻകം കിട്ടുന്നത്, വരുമാനം കിട്ടുന്നത്, ഏതൊക്കെ സെക്ടേഴ്സാണ്, നമ്മൾക്ക് എങ്ങനെ അതിനെ ഡിവൈഡ് ചെയ്യാം, അതൊക്കെയാണ് നമ്മൾ ഇക്കണോമിക് സോഴ്സസിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കൊടുത്തിട്ടുണ്ട്. You might have heard of the project Sampurna, which collects and records all details related to every student of a school. Given below is a sample details of parents' occupation recorded by a teacher as a part of Sampurna. നിങ്ങളുടെ സ്കൂളിലൊക്കെ നിങ്ങളുടെ എല്ലാ ഇൻഫോർമേഷനും കളക്ട് ചെയ്തിട്ടുണ്ടാവും അല്ലേ, സമ്പൂർണ്ണ എന്ന പദ്ധതിക്ക് വേണ്ടിയിട്ട്. നിങ്ങളുടെ മാതാപിതാക്കൾ ചെയ്യുന്ന ജോലിയെ പറ്റിയൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ടേബിൾ 1 കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ ഒക്യുപ്പേഷനാണ് ചെയ്യുന്നത്? കൃഷി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ഹോട്ടൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ടാവാം, ടീച്ചിങ് ചെയ്യുന്നവരുണ്ടാവാം, ഗവൺമെൻറ് എംപ്ലോയീസ് ഉണ്ടാവും, ഫാക്ടറിയിലെ വർക്കേഴ്സ് ഉണ്ടാവാം, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പോൾ ഇതിലെന്താ പറയുന്നത്? പല ഒക്യുപ്പേഷൻസും ഉണ്ട്. ഇങ്ങനത്തെ ഒക്യുപ്പേഷനാണ് നമ്മൾ എന്തെന്ന് പറയുക? ഇക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുക. കാരണം എന്താണ്? അത് നമുക്കൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്നുണ്ട്, നമുക്കൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്. Okay, these are called economic activities because they generate income. There may be many such economic activities. അപ്പോൾ economic activity എന്ന് പറഞ്ഞാൽ എന്താ? Any activity that generates income is called an economic activity. Among these, some are related to agricultural sector. Analyzing the table, can you identify other sectors to which these activities are related? അപ്പോൾ പല ആക്ടിവിറ്റീസും ഈ ടേബിളിൽ കൊടുത്തിട്ടുണ്ട്. അത് ഏതൊക്കെ സെക്ഷനിലേക്കാണ് വരിക? ഫാമിംഗ് എന്താണ്? അഗ്രികൾച്ചറിനായിട്ട് കണക്റ്റഡ് ആണ്, അതായത് പ്രൈമറി സെക്ടറാണ്. എംപ്ലോയ്ഡ് അറ്റ് ഹോട്ടൽസ്, ടീച്ചിങ്, അതൊക്കെ എന്താണ്? സർവീസ് സെക്ടറാണ് അല്ലെ, ഒരു സർവീസ് കൊടുക്കുന്നതാണ്. എംപ്ലോയ്മെൻറ്റ് ഇൻ ഫാക്ടറീസ് എന്താണ്? അത് ഇൻഡസ്ട്രി ആയിട്ട് കണക്റ്റഡ് ആണ് അല്ലെ, ഫാക്ടറീസ് ആയിട്ട് കണക്റ്റഡ് ആണ്. ഗവൺമെൻറ് സർവീസ് എന്താണ്? അതും ഒരു സർവീസ് സെക്ടറാണ്. ഇപ്പോൾ ഈ ടീച്ചിങ്, ലോയർ, ഗവൺമെൻറ് സർവീസ്, അതൊക്കെ നമുക്ക് എന്ത് പറയാം? സർവീസസ് ആണെന്ന് പറയാം. മെഡിക്കൽ ഫീൽഡ് എന്താണ്? അതും സർവീസ് തന്നെയാണ്. The sector involving activities making direct use of natural resources is called primary sector. നമ്മുടെ നാച്ചുറൽ റിസോഴ്സസിനെ, അതായത് പ്രകൃതി വിഭവങ്ങളെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടാണ് ഒരു സെക്ടർ വർക്ക് ചെയ്യുന്നതെങ്കിൽ അതിനെ നമുക്ക് പ്രൈമറി സെക്ടർ എന്ന് വിളിക്കാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അഗ്രികൾച്ചർ, കൃഷി നമുക്ക് എന്താണെന്ന് പറയാം? പ്രൈമറി സെക്ടർ ആണെന്ന് പറയാം. കാരണം എന്താണ്? അഗ്രികൾച്ചർ ഈസ് ഡയറക്റ്റ്ലി ഡീലിംഗ് വിത്ത് നാച്ചുറൽ റിസോഴ്സസ്. പ്രകൃതി വിഭവങ്ങളായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു ജോലി നമുക്ക് അഗ്രികൾച്ചർ ആണെന്ന് പറയാം. As activities related to agriculture form a major part of it, this sector is also known as agricultural sector. അപ്പോൾ പ്രൈമറി സെക്ടറിനെ നമ്മൾ എന്തെന്നും വിളിക്കും? അഗ്രികൾച്ചറൽ സെക്ടർ എന്നും വിളിക്കും. There are economic activities that manufacture goods making use of the products of primary sector as raw materials. Such activities fall under the secondary sector. അസംസ്കൃത വസ്തുക്കൾ, അതായത് റോ മെറ്റീരിയൽസ് ആയിട്ട് ഉപയോഗിച്ചിട്ട് വർക്ക് ചെയ്യുന്ന ചില സെക്ടേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? സെക്കൻഡറി സെക്ടർ എന്ന് വിളിക്കും. ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കൃഷിക്കാരൻ കോട്ടൺ ആണ് ഉണ്ടാക്കിയത്, പഞ്ഞിയാണ് ഉണ്ടാക്കിയത്. ആ പഞ്ഞി ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും? ക്ലോത്ത്സ് ഉണ്ടാക്കുന്ന ഇൻഡസ്ട്രീസ് ഉണ്ടാവും അല്ലേ, അതിന് തുണിയാക്കി മാറ്റുന്ന ആൾക്കാരുണ്ടാവും. അവരെ നമുക്ക് എന്തെന്ന് പറയാം? അവർ സെക്കൻഡറി സെക്ടറിലെ ആൾക്കാരാണെന്ന് പറയാം. As it gives more importance to industrial activities, it is also called as industrial sector. അതിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് എന്തിനാ വരുന്നത്? ആ പഞ്ഞിയെ തുണിയാക്കി മാറ്റിയെടുക്കുന്ന ആ പ്രോസസ്സിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസിനാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കാം. നെക്സ്റ്റ് എന്താ? സർവീസ് സെക്ടർ കളക്ട്സ് ആൻഡ് ഡിസ്ട്രിബ്യൂട്ട്സ് പ്രോഡക്ട്സ് ഓഫ് പ്രൈമറി ആൻഡ് സെക്കൻഡറി സെക്ടേഴ്സ്. സർവീസ് സെക്ടർ എന്ന് പറഞ്ഞ മൂന്നാമത്തെ സെക്ടർ എന്താ ചെയ്യുന്നത്? അത് ഈ പ്രൈമറി സെക്ടറിൽ നിന്നും സെക്കൻഡറി സെക്ടറിൽ നിന്നും കിട്ടുന്ന വസ്തുക്കളെയൊക്കെ കളക്ട് ചെയ്ത് അത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനെ എന്തെന്ന് വിളിക്കുന്നത്? സർവീസ് സെക്ടർ എന്ന് വിളിക്കുന്നത്. ഇൻ അഡീഷൻ ടു ദിസ്, സർവീസ് സെക്ടർ ഇൻക്ലൂഡ്സ് എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, ബാങ്കിങ്, IT എക്സെട്ര. എഡ്യൂക്കേഷൻ, ട്രാൻസ്പോർട്ട്, IT ഒക്കെ ഈ സർവീസ് സെക്ടറിൻ്റെ ഭാഗമാണ്. ടെർഷ്യറി സെക്ടർ ഇൻക്ലൂഡ്സ് ഓൾ സർവീസസ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് സർവീസ് സെക്ടർ. ടെർഷ്യറി സെക്ടറിലെ എല്ലാ സർവീസസും ഇൻക്ലൂഡഡ് ആണ്. അതിനെയും നമ്മൾ സർവീസ് സെക്ടർ എന്ന് വിളിക്കും. ഓക്കെ, എന്തൊക്കെ പറഞ്ഞു? നമ്മൾ 3 സെക്ടറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പ്രൈമറി സെക്ടർ ഉണ്ട്,
സെക്കൻഡറി സെക്ടർ ഉണ്ട്, സർവീസ് സെക്ടർ ഉണ്ട്. പ്രൈമറി സെക്ടറിനെ തന്നെ എന്തായിട്ടും വിളിക്കും? അഗ്രികൾച്ചർ സെക്ടർ എന്ന് വിളിക്കും. സെക്കൻഡറി സെക്ടറിനെ തന്നെ ഇൻഡസ്ട്രിയൽ സെക്ടർ എന്ന് വിളിക്കും. സർവീസ് സെക്ടറിനെ പറയുന്നത് എന്താ? ടേർഷറി സെക്ടർ എന്നാണ്. അപ്പോൾ പ്രൈമറി സെക്ടർ അഗ്രികൾച്ചർ റിലേറ്റഡ് ആക്ടിവിറ്റീസ് ആണ്. സെക്കൻഡറി സെക്ടർ എന്താ ചെയ്യുന്നത്? ആ അഗ്രികൾച്ചറിൽ നിന്ന് കിട്ടുന്ന ആ ഗുഡ്സ് ഒക്കെ റോ മെറ്റീരിയൽസ് എടുത്തിട്ട് അതിനെ ഫിനിഷ് ഗുഡ്സ് ആക്കുകയാണ്. കോട്ടൺ ഇപ്പോൾ ക്ലോത്ത്സ് ആക്കുന്നത് പോലെ. തേർഡ് സെക്ടർ, ടേർഷറി സെക്ടറിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ സർവീസ് സെക്ടറിൽ എന്താ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്? നമുക്ക് കിട്ടുന്ന എല്ലാ സർവീസസും, എഡ്യൂക്കേഷനും ട്രാൻസ്പോർട്ടേഷനും ബാങ്കിങ്ങും IT ഇനാബിൾഡ് സർവീസസും മൊബൈൽ സർവീസിങ്ങും ഒക്കെ നമുക്ക് സർവീസ് സെക്ടറിൽ ഇൻക്ലൂഡ് ചെയ്യാം. അതുപോലെ തന്നെ ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെയ്യുന്ന എല്ലാ സർവീസസും സർവീസ് സെക്ടറിൽ ഇൻക്ലൂഡഡ് ആണ്. Okay, is there any economic activity that does not fall under primary, secondary or tertiary sectors? ഏതെങ്കിലും ഒരു എക്കണോമിക് ആക്ടിവിറ്റി ഈ 3 സെക്ടറിലും പെടാത്തതുണ്ടോ? അങ്ങനെ ഒരു ആക്ടിവിറ്റി ഉണ്ടാവില്ല. Economic growth takes place when primary, secondary and tertiary sector function as a whole. For example, raw cotton, a product of primary sector, is a raw material to the textile industry. The services of transport and communication are essential for supplying these products to the customers. All these services are tertiary sector. Okay. എക്കണോമിക് ഗ്രോത്ത്, അതായത് സാമ്പത്തികമായ വളർച്ച എപ്പോഴാണ് ഉണ്ടാവുക? ഈ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും അതുപോലെ തന്നെ ടേർഷറി സെക്ടറും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോഴാണ്. അതിൻ്റെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. റോ കോട്ടൺ, ഈ പരുത്തി അല്ലെങ്കിൽ പഞ്ഞി നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? അഗ്രികൾച്ചറൽ സെക്ടറിൽ നിന്നാണ് കിട്ടുന്നത്. അതൊരു പ്രൈമറി സെക്ടറിൻ്റെ പ്രോഡക്റ്റ് ആണ്. പക്ഷെ അത് ഉപയോഗിക്കുന്നത് ആരാണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രിയാണ്. പല ഫാക്ടറീസും ഇൻഡസ്ട്രീസും ഒക്കെയാണ് ആ റോ കോട്ടൺ ഉപയോഗിച്ച് അതിനെ ക്ലോത്ത് ആക്കി മാറ്റുന്നത്. പക്ഷെ അത് പൊതുജനങ്ങൾക്കിടയിലേക്ക് എത്തുന്നത് എങ്ങനെയാണ്? ട്രാൻസ്പോർട്ടേഷനും കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത് ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ ഫിനിഷ് പ്രോഡക്ട്സ് എത്തിക്കുന്നത്. അപ്പോൾ ഒരു ഡ്രസ്സ് നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ, എക്സാമ്പിൾ പോലെ എടുക്കുകയാണെങ്കിൽ ഒരു ക്ലോത്ത് നമ്മൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതിൽ ഈ 3 സെക്ടറിൻ്റെയും വർക്ക് ഉണ്ട് അല്ലേ? ഒരു സെക്ടർ മാത്രമായിട്ടല്ല, 3 സെക്ടറും ഒരുമിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്ക് ആ സാധനം കിട്ടുന്നത്. ഇവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഫാമറിനെ കാണിച്ചിട്ടുണ്ട് കോട്ടൺ ഗ്രോ ചെയ്യുന്നത്. സെക്കൻഡറി സെക്ടറിൽ എത്തുമ്പോൾ എന്തായി? അതിനെ ആ പഞ്ഞിയൊക്കെ മാറ്റിയിട്ട് എന്താക്കുന്നുണ്ട്? അവർ ഫിനിഷ് ഗുഡ്സ് ആക്കുന്നുണ്ട്. ആ ഫിനിഷ് ഗുഡ്സ് ഈ ഫാക്ടറിയിൽ നിന്ന് നേരെ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ മേടിക്കുന്ന ടെക്സ്റ്റൈൽ ഷോപ്സിലേക്കാണ് പോകുന്നത്. ഓക്കെ, you may find out another example showing the interrelationship between these sectors. നിങ്ങൾക്ക് ഇതുപോലെ വേറൊരു എക്സാമ്പിൾ കണ്ടുപിടിക്കാൻ പറ്റുമോ? അപ്പോൾ എക്സാമ്പിൾ നമുക്ക് ഏത് പറയാം? ഒരു ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ് എടുക്കാം. നമുക്കിപ്പോൾ ബിസ്ക്കറ്റും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്നില്ലേ? അവർ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസ് എന്താ? റൈസോ അല്ലെങ്കിൽ വീറ്റൊക്കെയോ അല്ലേ? റൈസ് ഫ്ലോറോ വീറ്റ് ഫ്ലോറോ ഒക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടാവും. അത് അഗ്രികൾച്ചർ സെക്ടറിൽ നിന്നും പിന്നെ ആരുടെ അടുത്തേക്ക് എത്തുന്നത്? ഫുഡ് പ്രോസസ്സിങ് യൂണിറ്റ്സ്, അതായത് ഈ ബിസ്ക്കറ്റ് മാനുഫാക്ചറിങ് കമ്പനീസോ അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന കമ്പനീസിലേക്ക് എത്തുന്നുണ്ട്. അവരത് പ്രോസസ്സ് ചെയ്തിട്ട് എന്താക്കുന്നുണ്ട്? ബിസ്ക്കറ്റ്സ് ഒക്കെ ആക്കിയിട്ട് നമ്മുടെ നോർമൽ റീറ്റെയിൽ ഷോപ്സിലേക്ക് എത്തിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതും നമുക്ക് എന്താക്കി പറയാം? ഒരു സെക്ടറൽ റിലേഷൻഷിപ്പ് ആക്കി പറയാം. ഇനി നെക്സ്റ്റ് പറയുന്നത് പഠിക്കണം. ദ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ഹാസ് ക്ലാസിഫൈഡ് ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ ടു പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷറി സെക്ടർ. സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എല്ലാ ഇക്കണോമിക് ആക്ടിവിറ്റീസിനെയും 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിനു മുമ്പ് CSO എന്താണെന്ന് നോക്കാം. ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് വർക്ക്സ് അണ്ടർ ദി മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ, MOSPIൻ്റെ താഴെ വർക്ക് ചെയ്യുന്നൊരു ഓർഗനൈസേഷനാണ് എന്ത്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ. അതിൻ്റെ ജോലി എന്തൊക്കെയാണ്? കോർഡിനേറ്റ് ആൻഡ് അനലൈസ് ഡാറ്റ, കളക്ട് ഡാറ്റ ഓഫ് ഓൾ സെക്ടേഴ്സ് ആൻഡ് പ്രോസസ് ഇറ്റ് ഫോർ പ്ലാനിംഗ് പർപ്പസ്, എസ്റ്റിമേറ്റ് നാഷണൽ ഇൻകം യൂസിങ് ദ ഡാറ്റ. പല മേഖലയിൽ നിന്നുള്ള ഡാറ്റ കളക്ട് ചെയ്യുക. ഏത് മേഖലയിൽ നിന്നാണ് കൂടുതൽ വരുമാനം കിട്ടുന്നത് എന്ന് നോക്കുക. എന്തുകൊണ്ടാണ് ആ വരുമാനം കൂടുതൽ വരുന്നത് അല്ലെങ്കിൽ കുറവ് വരുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. അതൊക്കെ യൂസ് ചെയ്തിട്ട് നമ്മുടെ നാഷണൽ ഇൻകം, ദേശീയ വരുമാനം എത്രയാണ് ടോട്ടൽ എന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ ആരാണ്? സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും കഴിഞ്ഞ വർഷത്തേക്കാളും ഈ വർഷം ദേശീയ വരുമാനം കുറവായിരുന്നു അല്ലെങ്കിൽ കൂടുതലായിരുന്നു, ചിലവ് കൂടുതലായിരുന്നു എന്നൊക്കെ പറഞ്ഞു വരും. അപ്പോൾ അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷനാണ്.
ഓക്കെ, അപ്പം നമുക്ക് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. പ്രൈമറി സെക്ടർ ഉണ്ട്, സെക്കൻഡറി സെക്ടർ ഉണ്ട്, ടേർഷ്യറി സെക്ടർ ഉണ്ട്. പ്രൈമറി സെക്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? അഗ്രികൾച്ചർ ആൻഡ് അലൈഡ് ആക്ടിവിറ്റീസ്, കൃഷിയും അനുബന്ധിത ആക്ടിവിറ്റീസും. ഫോറസ്ട്രി, വനപരിപാലനം, ഫിഷിംഗ്, മത്സ്യബന്ധനം, മൈനിങ് എന്ന് പറഞ്ഞാൽ എന്താ? ഖനനം. പ്രൈമറി സെക്ടറിൽ നാച്ചുറൽ റിസോഴ്സസ്, അതായത് നമ്മുടെ ഈ പ്രകൃതി വിഭവങ്ങളോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ജോലികളാണ് വരുന്നത്. സെക്കൻഡറി സെക്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ഇൻഡസ്ട്രി വരുന്നുണ്ട്, ഇലക്ട്രിസിറ്റി ജനറേഷൻ വരുന്നുണ്ട്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ വരുന്നുണ്ട്. ടേർഷ്യറി സെക്ടറിൽ എന്തൊക്കെ വരുന്നുണ്ട്? ട്രേഡ്, ട്രാൻസ്പോർട്ട്, ഹോട്ടൽ, കമ്മ്യൂണിക്കേഷൻ, ബാങ്കിങ്, ഇൻഷുറൻസ്, റിയൽ എസ്റ്റേറ്റ്, സോഷ്യൽ സർവീസസ്, പ്രൊക്യൂർമെൻറ്റ് ഒക്കെ വരുന്നത് ടേർഷ്യറി സെക്ടറിലാണ്. പ്രൊക്യൂർമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സംഭരണം എന്നാണ് അർത്ഥം. ഇപ്പം ഈ റേഷൻ കടകളിലൊക്കെ നമുക്ക് സാധനങ്ങൾ കിട്ടുന്നില്ലേ, അതൊക്കെ അവർ സംഭരിച്ച് വെച്ചിട്ട് പിന്നെയാണ് നമ്മൾക്ക് തരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പ്രൊക്യൂർമെന്റിന് എക്സാമ്പിളായിട്ട് പറയാം. ഓക്കെ, സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ എന്താ, അതിൻ്റെ ഫങ്ഷൻസ് എന്താ പഠിക്കണം. ഇനി എന്താ പറയുന്നത്? ക്ലാസിഫൈ ദി ഇക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് റിവൈസ് ടേബിൾ നമ്പർ 1 ഇൻ ദ ഫോളോയിങ് ടേബിൾ. പ്രൈമറി സെക്ടർ, സെക്കൻഡറി സെക്ടർ, ടേർഷ്യറി സെക്ടർ. ഇതായിരുന്നു ടേബിൾ നമ്പർ 1. ഇതിനെ പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടേർഷ്യറി സെക്ടറായിട്ട് ഡിവൈഡ് ചെയ്യാനാണ് പറയുന്നത്. ഫാമിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം, പ്രൈമറി സെക്ടറിലാണ് വരുന്നത്. ഹോട്ടൽസ് എന്താണ്? സർവീസ് സെക്ടറിലാണ് വരുന്നത്. ടീച്ചിങ് എന്താണ്? ടീച്ചിങ്ങും സർവീസ് സെക്ടറാണ്. എംപ്ലോയിഡ് ഇൻ ഫാക്ടറീസ് എന്താണ്? ഇൻഡസ്ട്രിയൽ സെക്ടറാണ്, അല്ലെങ്കിൽ എന്താണ്? സെക്കൻഡറി സെക്ടറിലാണ് വരുന്നത്. ഗവൺമെൻറ് സർവീസ് സെക്ടറിലാണ് വരുന്നത്. മെഡിക്കൽ ഫീൽഡും സർവീസ് സെക്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാ ടേബിളിലേക്ക് എഴുതാം. സെക്ടേഴ്സ് ആൻഡ് റിലേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ആണ് അടുത്തത്. എവറി ഒക്യുപ്പേഷൻ ഇൻ അവർ കൺട്രി ഫോൾസ് അണ്ടർ ദി പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേർഷ്യറി സെക്ടർ. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു, ഇതിലൊന്നും ഇൻക്ലൂഡ് ചെയ്യാത്ത ഒരു ആക്ടിവിറ്റി ഉണ്ടോ? ഇല്ല. എല്ലാ ജോലികളും ഈ 3 കാറ്റഗറിയിലേക്ക് നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഇൻ ഇന്ത്യ ദ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ പ്രൈമറി, സെക്കൻഡറി ആൻഡ് tertiary sector varies. You can find an increased access to employment in some sectors where it is not in other sectors. എന്താണ്? പ്രൈമറി സെക്ടറും സെക്കൻഡറി സെക്ടറും ടെർഷ്യറി സെക്ടറിലുള്ള ജോലി സാധ്യതകൾ വ്യത്യസ്തമാണ്. ചില സ്ഥലത്ത് ചില സെക്ടറിൽ അത് കൂടുതലാണ്, ചില സെക്ടറിൽ അത് കുറവാണ്. ഓക്കെ, ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അതിലെന്താണ് കാണിച്ചിട്ടുള്ളത്? എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ആണ്. ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈമറി സെക്ടർ, അഗ്രികൾച്ചർ സെക്ടർ 93-ൽ ജോലി എംപ്ലോയബിലിറ്റി എത്രയായിരുന്നു? എത്ര ജോലി കൊടുത്തിരുന്നു? 64%. 2005 ആയപ്പോഴേക്കും അത് 56% ആയി കുറഞ്ഞു. 2011 ആയപ്പോഴേക്കും അത് 53% ആയി കുറഞ്ഞു. സെക്കൻഡറി സെക്ടർ എന്താണ്? 93-ൽ 14% ആയിരുന്നു. 2005 ആയപ്പോൾ 18 ആയി. 2011 ആയപ്പോൾ 21 ആയി. അപ്പോൾ എന്താണ്? കണ്ടിന്യൂസ് ഇൻക്രീസ് ആണ്. കൂടുതൽ ആൾക്കാർക്ക് ആ സെക്ടർ ജോലി കൊടുക്കുന്നുണ്ട്. ടേർഷ്യറി സെക്ടർ എന്താണ്? 93-ൽ 20 ആണ്. 2005-ൽ 20, 24, 2011-ൽ 25. അപ്പോൾ ടേർഷ്യറി സെക്ടറും എന്താ കാണിക്കുന്നത്? വളർച്ചയാണ് കാണിക്കുന്നത്. പക്ഷേ ഈ പ്രൈമറി സെക്ടർ മാത്രം കാണിക്കുന്നത് എന്താ? താഴോട്ടുള്ള പോക്കാണ്. ഇതിൽ ഓരോ വർഷത്തെയും ഈ 3 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടേർഷ്യറി കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ നമുക്ക് 100 കിട്ടും. ഓക്കെ, write your findings after analyzing table 2 based on the following indicators. ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? വിച്ച് സെക്ടർ ഷോസ് ആൻ ഇൻക്രീസ് ട്രെൻഡ് ഇൻ അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ്. ഏത് സെക്ടറാണ് ഇൻക്രീസിങ് ട്രെൻഡ് കാണിക്കുന്നത്? ഏത് സെക്ടേഴ്സ് കാണിക്കുന്നുണ്ട്? 2 സെക്ടേഴ്സും കാണിക്കുന്നുണ്ട്. സെക്കൻഡറി സെക്ടറും ഉണ്ട്, ടേർഷ്യറി സെക്ടറും ഉണ്ട്. കൂടുതൽ കാണിക്കുന്നത് ഏതാ? സെക്കൻഡറി സെക്ടറാണ്. വിച്ച് സെക്ടർ ഷോസ് ഹയസ്റ്റ് അവൈലബിലിറ്റി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻ ഓൾ പീരീഡ്സ്. എല്ലാ സമയത്തും ഏറ്റവും കൂടുതൽ എംപ്ലോയബിലിറ്റി കൊടുക്കുന്നത് ഏതാണ്? അത് പ്രൈമറി സെക്ടർ ആണല്ലേ. 93-ൽ 64 ആണ്. 2005-ൽ 56 ആണ്. 2011-ൽ 53 ആണ്. ഹൗ മച്ച് ഈസ് ദ എംപ്ലോയ്മെൻറ്റ് അവൈലബിലിറ്റി ഇൻ പ്രൈമറി സെക്ടർ ഗ്രേറ്റർ ദാൻ ദി അതർ 2 സെക്ടേഴ്സ് ഇൻ 2011? ബാക്കി 2 സെക്ടറിനെയും കമ്പയർ ചെയ്യുമ്പോൾ 2011-ൽ എത്രയാണ് പ്രൈമറി സെക്ടറിൻ്റെ എംപ്ലോയബിലിറ്റി? ഇവിടെ എത്ര കൊടുത്തിട്ടുള്ളത്? 2011-ൽ പ്രൈമറി സെക്ടർ എത്ര പെർസെൻറ്റേജ് ജോലി കൊടുക്കുന്നുണ്ട്? 53.2 ആണ് വരിക. ഓക്കെ,
You have seen that the primary sector has more employment opportunity than the other sectors. Here, agriculture and allied activities provide more employment opportunities. The food requirement of our country is met by the primary sector. എന്താണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ജോലി കൊടുക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ അത് പ്രൈമറി സെക്ടറാണ്. അഗ്രികൾച്ചറും അതുപോലെ തന്നെ അതിൻ്റെ അലൈഡ് ആക്ടിവിറ്റീസും ആണ്. നമ്മുടെ ഫുഡ് റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യുന്നത് ഏത് സെക്ടറാണ്? പ്രൈമറി സെക്ടറാണ്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആണ്. ഇന്ത്യ ഹാസ് ബീൻ ഗിവിംഗ് ഇമ്പോർട്ടൻസ് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രൈമറി സെക്ടർ സിൻസ് ഇൻഡിപെൻഡൻസ്. വെൽ പ്ലാൻഡ് ആക്ടിവിറ്റീസ് ഹാവ് ബ്രോട്ട് അബൌട്ട് മച്ച് ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ. ദർ ഹാസ് ബീൻ നോട്ടീസബിൾ ഇൻക്രീസ് നോട്ട് ഓൺലി ഇൻ ദ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ബട്ട് ഇൻ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ ആസ് വെൽ. This is a graphical representation of the trend in food grain production in India during the different periods. എന്താണ് പറയുന്നത്? ഇന്ത്യ എപ്പോഴും പ്രൈമറി സെക്ടറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ, നമ്മുടെ ഭക്ഷ്യധാന്യങ്ങളുടെ പ്രൊഡക്ഷന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. എപ്പോഴും ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയുള്ള ആക്ടിവിറ്റീസൊക്കെ ഇന്ത്യ ചെയ്യാറുണ്ട്. എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസിൽ മാത്രമല്ല ഇൻക്രീസ് ഉണ്ടായിട്ടുള്ളത്, ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനിലും അതിനനുസരിച്ചിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിട്ടുണ്ട്. ഈ ഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. 70-71 ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എത്രയായിരുന്നു? അതിൻ്റെ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷനാണ് ഈ സൈഡിൽ കാണിക്കുന്നത്. ഇവിടെ എന്താണ്? എക്കണോമിക് സർവേ ആണ്. ഓക്കെ, 108.4 മില്യൺ ആയിരുന്നു 70-71. 90-91 ആയപ്പോഴേക്കും 176.4 ആണ്. 2000-2001 ആയപ്പോഴേക്കും അത് 196 ആയി. 2011-12 ആയപ്പോഴേക്കും 257 ആയി. ഓക്കെ, അപ്പോൾ ഫുഡ് ഗ്രെയിൻ പ്രൊഡക്ഷൻ എന്താ കാണിക്കുന്നത്? ഇൻക്രീസിങ് ട്രെൻഡാണ്. വർഷം ചെല്ലും തോറും അത് കൂടുന്നുണ്ട്. പക്ഷെ എന്താണ്? നമ്മുടെ പോപ്പുലേഷനും അതിനനുസരിച്ച് കൂടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും ഇത് വർദ്ധിക്കേണ്ടതുണ്ട്. What types of changes does the diagram indicate? The diagram states that there is a steady progress in food production in India, but poverty still persists in various parts of India even after increased production. What may be the reasons? എന്താണ് ആ ഡയഗ്രാമിൽ കാണിക്കുന്നത്? എന്താണ്? ഫുഡ് പ്രൊഡക്ഷൻ എപ്പോഴും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പോവർട്ടി അല്ലെ ദാരിദ്ര്യം ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. ഇപ്പോഴും ഭക്ഷണം ലഭിക്കാത്ത ആൾക്കാരുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാവുന്നത്? എന്താണ്? ഡിഫെക്ട്സ് ഇൻ ഡിസ്ട്രിബ്യൂഷൻ, വിതരണത്തിലെ അപാകത. ലോ പൊട്ടൻഷ്യൽ ഓഫ് ഇൻഡിവിജ്വൽ ടു പർച്ചേസ് ഗുഡ്സ്. ആൾക്കാർക്ക് ഈ ഉണ്ടാക്കുന്ന സാധനങ്ങൾ മേടിക്കാനുള്ള പൈസയോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടുള്ള മൊബിലിറ്റിയോ ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ അത് രണ്ടുമാണ് റീസൺസ് പറയുന്നത്. ഫുഡ് സെക്യൂരിറ്റി ഈസ് അറ്റൈൻ വെൻ ദർ ഈസ് അഡിക്വേറ്റ് അവൈലബിലിറ്റി ഓഫ് ഫുഡ് ടു ദ നീഡി. ഫുഡ് സെക്യൂരിറ്റി എക്സിസ്റ്റ് വെൻ ഓൾ പീപ്പിൾ അറ്റ് ടൈംസ് ഹാവ് ദി ഫിസിക്കൽ ആൻഡ് ഇക്കണോമിക് ആക്സസ് ടു സഫീഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് ദ ഡയറ്ററി നീഡ്സ് ആൻഡ് ഫുഡ് പ്രിഫറൻസ് ഫോർ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് എപ്പോഴാണ് പറയേണ്ടത്? എല്ലാ ആൾക്കാർക്കും ആ ഭക്ഷണം മേടിക്കാനുള്ള ഫിസിക്കലായിട്ടുള്ളതും അതുപോലെ തന്നെ ഇക്കണോമിക് ആക്സസും ഉണ്ടാവണം. അതായത് അവർക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം അവർക്ക് മേടിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. ടു സഫീഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് ദ ഡയറ്ററി നീഡ്സ്. അവരുടെ പോഷക ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള നല്ല ക്വാളിറ്റി ഫുഡ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അവർക്ക് കിട്ടണം. ഓരോ മനുഷ്യൻ്റെയും ആവശ്യത്തിനനുസരിച്ച് അവൻ്റെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള പോഷക ഗുണമുള്ള ഭക്ഷണം അവന് ലഭിക്കണം. അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവണം അവന്, അല്ലേ? എന്നാൽ മാത്രമേ അവനത് വാങ്ങിക്കാൻ പറ്റുള്ളൂ. ഭൗതികവും അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ആക്സസ് ഉണ്ടാവണം അവന്. അത് മേടിക്കാൻ പോകാൻ പറ്റണം. അതുപോലെ തന്നെ അത് മേടിക്കാനുള്ള പൈസയും അവൻ്റെ കയ്യിലുണ്ടാവണം. ഓക്കെ, അപ്പോൾ അതിനെയാണ് അതൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് എന്തെന്ന് പറയാം? ഫുഡ് സെക്യൂരിറ്റി ഉണ്ടെന്ന് പറയാം. By analyzing the definition of food security, what conclusion do you arrive at? ഫുഡ് സെക്യൂരിറ്റിയിൽ ഏതൊക്കെ പോയിന്റ്സ് ആണ് ഇമ്പോർട്ടൻറ്റ്? എല്ലാ ആൾക്കാർക്കും ഭക്ഷണം കിട്ടണം. All people should get food. Food should be made available at all times. എല്ലാ സമയത്തും അത് അവൈലബിൾ ആയിരിക്കണം. ഏതൊക്കെ പോയിന്റ്സ് നമുക്ക് പറയാം? ഫിസിക്കൽ ആൻഡ് എക്കണോമിക് ആക്സസ് ടു ഫുഡ് വേണം. പിന്നെ എന്ത് വേണം? സഫീഷ്യൻറ്റ് ന്യൂട്രീഷ്യസ് ഫുഡ് ടു മീറ്റ് ദ ഡയറ്ററി നീഡ്സ് ആൻഡ് ഫുഡ് പ്രിഫറൻസ് ഫോർ ആക്റ്റീവ് ആൻഡ് ഹെൽത്തി ലൈഫ്. ഓക്കെ, അപ്പോൾ അത് രണ്ടും നമുക്ക് പോയിന്റ്സ് ആയിട്ട് എഴുതാം. Self-sufficiency in food. If a country is able to produce sufficient food to meet with the requirements of the people, it can be considered as a self-sufficient in food. എന്താണ്? ഒരു കൺട്രിക്ക്, ഒരു രാജ്യത്തിന് അതിൻ്റെ
ജനതയ്ക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം അവരുടെ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനുവേണ്ടി വേറൊരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? ആ രാജ്യം അതിൻ്റെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ അത് സെൽഫ് സഫീഷ്യൻ്റ് ആണെന്ന് നമ്മൾക്ക് പറയാം. ഇവിടെ ഈ ടേബിൾ പോവർട്ടി കൊടുത്തിട്ടുണ്ട്. ആസ് പെർ ദി റെക്കമെൻഡേഷൻ ഓഫ് പ്ലാനിംഗ് കമ്മീഷൻ, പീപ്പിൾ ഇൻ അർബൺ ഏരിയാസ് ഹൂസ് ഇൻടേക്ക് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ് ഈസ് ലെസ് ദാൻ 2100 calories and those in rural areas whose intake of nutritious food is less than 2400 calories experience poverty. The Economic Survey 2011-12 states that the percentage of poverty in India is 29.8, Bihar with the highest in 53.5, Himachal Pradesh with the lowest at 9.5, and Kerala has a poverty of 12%. പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആസൂത്രണ കമ്മീഷനാണ്. അവരുടെ നിർദ്ദേശപ്രകാരം അർബൺ ഏരിയാസിൽ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ 2100 കാലോറീസിനും കുറവാണ് അവർക്ക് ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക് എങ്കിൽ, പോഷകം കിട്ടുന്നതെങ്കിൽ എന്താണ്? അവരൊക്കെ പോവർട്ടിയിലാണ് ജീവിക്കുന്നത്, ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ഇനി അത് വില്ലേജ് ഏരിയാസ്, ഗ്രാമപ്രദേശങ്ങളാണെങ്കിലോ അത് 2400 കാലറീസിനേക്കാളും താഴെയാണെങ്കിൽ അവരും ദാരിദ്ര്യത്തിലാണെന്ന് പറയാം. പിന്നെ എന്ത് പറയുന്നുണ്ട്? പഠിക്കണം. ഇന്ത്യയിലെ പെർസെൻറ്റേജ് ഓഫ് പോവർട്ടി 2011-12 കണക്കിനനുസരിച്ച് 29.8 ആയിരുന്നു. ബീഹാറിൽ എത്രയായിരുന്നു? 53.5. ഏറ്റവും കൂടുതൽ ബീഹാറിലാണ് റെക്കോർഡ് ചെയ്തത്. പിന്നെ ഏറ്റവും കുറവ് ഹിമാചൽ പ്രദേശിലാണ് 9.5. കേരളയുടെ പോവർട്ടി റേറ്റ് എത്രയാണ്? 12% ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ് വരുന്നത്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക്